വധശിക്ഷകൾ റദ്ദാക്കി US പ്രസിഡന്റ് ജോ ബൈഡൻ. 40 കേസുകളിൽ 37 വധശിക്ഷകളും റദ്ദാക്കി ബൈഡന്റെ സുപ്രധാന തീരുമാനം. വിവരങ്ങളുമായി അഗസ്റ്റിൻ സെബാസ്റ്റ്യനാണ് ചേരുന്നത്. അഗസ്റ്റിൻ, ഇനി ഒരു പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ കുറച്ചു നാളുകൾ മാത്രം ശേഷിക്കുകയാണ്. ബൈഡന്റെ സുപ്രധാന തീരുമാനം, വിവരങ്ങൾ നൽകാം. സ്വാതി, US പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇറങ്ങാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ്. ജോ ബൈഡൻ വലിയ തീരുമാനമെടുത്തിട്ടുള്ളത്. ഇതിൽ 40 ഫെഡറൽ കേസുകളിൽ വധശിക്ഷ കാത്തു കിടക്കുന്ന 37 ആളുകളുടെ വധശിക്ഷയാണ് ഇപ്പോൾ ജോ ബൈഡൻ റദ്ദാക്കിയിരിക്കുന്നത്. ഇതിൽ സുപ്രധാനമായ കാര്യം, ജോ ബൈഡൻ വധശിക്ഷയ്ക്കെതിരായിട്ടുള്ള നിലപാട് അതിശക്തമായി ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തീരുമാനം നടപ്പാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപ് ആണ് അടുത്ത അമേരിക്കൻ പ്രസിഡന്റ്. ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ വധശിക്ഷയ്ക്ക് അനുകൂലമായിരുന്നു. ഫെഡറൽ ലെവലിൽ തന്നെ വധശിക്ഷകൾ നടപ്പാക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് തുടർന്നിരുന്നു. ഈ തീരുമാനത്തിന് എതിരായാണ് ഇപ്പോൾ ബൈഡൻ വധശിക്ഷകൾ 40 ഫെഡറൽ കേസുകളിലെ വധശിക്ഷകളിലെ 37 എണ്ണവും റദ്ദാക്കുന്നതായി അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ഈ തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ട് ബൈഡൻ പറയുന്ന കാര്യം ശ്രദ്ധേയമാണ്. ഈ കേസുകളിൽ കൊല്ലപ്പെട്ട ആളുകൾ, കൊലക്കേസുകൾ ആണ് കൂടുതലും ഈ വധശിക്ഷ കാത്തുകിടക്കുന്ന പ്രതികളുള്ളത്, ഈ കുറ്റവാളികളുള്ളത്. ഇവരാൽ കൊല്ലപ്പെട്ട ആളുകളോടും അവരുടെ കുടുംബത്തോടുമുള്ള എല്ലാവിധമായ ആ കൊലപാതകങ്ങളെ അപലപിച്ചുകൊണ്ട് അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് തന്നെയാണ് ഈ തീരുമാനം പ്രഖ്യാപിക്കുന്നത്. അതേസമയം വധശിക്ഷ എന്നത് ഫെഡറൽ ലെവലിൽ ഇല്ലാതാവണം. വധശിക്ഷ ഒരു രാജ്യത്ത് വധശിക്ഷ നടപ്പാക്കുന്നത്, സർക്കാർ തലത്തിൽ നടപ്പാക്കുന്നതിന് താൻ പൂർണ്ണമായും എതിരാണെന്ന നിലപാട് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ ഒഴിവാക്കപ്പെട്ട 3 കേസുകൾ എന്നത് അത് ഭീകരവാദ കൊലപാതകവും വിദ്വേഷ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസുകളാണ്. ഇത് രണ്ടും പ്രത്യേക കേസുകളാണ്. ബോസ്റ്റൺ മാരത്തൺ ബോംബിംഗ് എന്നറിയപ്പെടുന്ന ഒരു ഇസ്ലാമിക് ടെററിസ്റ്റ് ഭീകരവാദ കൊലപാതക കേസും പിന്നീട് 2018 ജൂതമത വിശ്വാസികൾ 11 ജൂത മതവിശ്വാസികളെ കൊന്ന കേസിലെ പ്രതിക്കും ഒഴികെ ബാക്കി എല്ലാ കേസുകളിലും 37 ഫെഡറൽ കേസുകൾ 40 ഫെഡറൽ കേസുകളിൽ 37 എണ്ണത്തിലും വധശിക്ഷ റദ്ദാക്കുകയും അത് പരോളില്ലാത്ത ജീവപര്യന്തമാക്കി കുറയ്ക്കുകയും ആ ശിക്ഷ കുറയ്ക്കുകയുമാണ് ഇപ്പോൾ ജോ ബൈഡൻ ചെയ്തിട്ടുള്ളത്. അമേരിക്കയിൽ വധശിക്ഷ നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ടൊരു വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഈ ക്യാമ്പയിനിന്റെ ഒരു പ്രവർത്തന ഫലം കൂടിയാണ് ഇപ്പോഴത്തെ തീരുമാനം. അതേസമയം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഫെഡറൽ ലെവലിൽ, അതായത് അമേരിക്കൻ സംസ്ഥാനങ്ങളിലെ നിയമങ്ങൾ വ്യത്യസ്തമാണ്. ഇത് ഫെഡറൽ ലെവലിലുള്ള കേസുകളിലാണ്. അതായത് ഒരു കേന്ദ്ര തലത്തിൽ, രാജ്യവ്യാപകമായി കേന്ദ്ര തലത്തിൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള കേസുകൾ മാത്രമാണ് ഇപ്പോൾ തീരുമാനം. 50 സ്റ്റേറ്റുകളിൽ, ബാക്കി പല സ്റ്റേറ്റുകളിലും വധശിക്ഷ നിരോധിക്കാത്ത സ്റ്റേറ്റുകളിൽ നിരവധി ആളുകൾ ഇപ്പോഴും വധശിക്ഷ കാത്ത് കഴിയുന്നുണ്ട്. ഇതിൽ 23 സ്റ്റേറ്റുകളാണ് ഇപ്പോൾ വധശിക്ഷ നിരോധിച്ചിട്ടുള്ളത്. അതിൽ ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ വധശിക്ഷ കാത്ത് കഴിയുന്ന ആളുകളുണ്ട്. ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, ജോ ബൈഡൻ ലോകത്തെ ഏറ്റവും ശക്തമായ സംവിധാനമുള്ള രാജ്യത്ത് വധശിക്ഷയ്ക്കെതിരായിട്ടുള്ള വലിയ ഒരു സന്ദേശമാണ് ജോ ബൈഡൻ തന്റെ പ്രസിഡൻസി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കി ഉള്ളപ്പോൾ എടുത്തതിലൂടെ ലഭിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. അഗസ്റ്റിൻ സെബാസ്റ്റ്യൻ, എന്തായാലും ഏറെ സുപ്രധാനമായ ഒരു തീരുമാനമാണ്. ലോകം മുഴുവൻ ഇത് നോക്കിക്കാണുന്നുമുണ്ടാവും വളരെ ആകാംക്ഷയോടെ തന്നെ. എന്നാൽ ട്രംപ് ഈ ഒരു തീരുമാനത്തോട് ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക? നേരത്തെ ട്രംപ് ആദ്യം പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് തന്നെ അദ്ദേഹം 13 വധശിക്ഷകൾ, അതായത് ഇഞ്ചക്ഷൻ നൽകിയിട്ടുള്ള വധശിക്ഷകൾ അദ്ദേഹത്തിന്റെ അധികാരം അവസാനിക്കുന്നതിന് 6 മാസക്കാലം ബാക്കി നിൽക്കെ 13 വധശിക്ഷകൾ അദ്ദേഹം തന്നെ നേരിട്ട് അദ്ദേഹത്തിന്റെ കാലത്ത് നടപ്പാക്കിയിരുന്നു. ഇത് വധശിക്ഷയ്ക്ക് അനുകൂലമായ നിലപാടാണ് ട്രംപ് മുമ്പ് സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയം ജോ ബൈഡൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നിലപാടെന്ന നിലയ്ക്ക് തന്നെ ജോ ബൈഡന്റെ വ്യക്തിപരമായ നിലപാടും വധശിക്ഷയ്ക്കെതിരാണ്. അദ്ദേഹം വധശിക്ഷയ്ക്കെതിരായിട്ടുള്ള നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഇത് എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. എന്നതുകൊണ്ട് തന്നെ നമുക്കത് ട്രംപിന്റെ നിലപാടിന് വിരുദ്ധമായൊരു നിലപാടാണ് അദ്ദേഹം തന്റെ പ്രസിഡൻസി കാലാവധി അവസാനിക്കാനിരിക്കെ എടുത്തതെന്നതും ശ്രദ്ധേയമാണ്. സ്വാതി. ശരി, അഗസ്റ്റിൻ സെബാസ്റ്റ്യൻ.